പൊളിറ്റിക്കൽ ടാക്കപ്പ് ഉണ്ടോ അതോ ഒരു വ്യക്തിപരമായാണോ സപ്പോർട്ട് ചെയ്യാൻ? ഞാൻ ഇത് വ്യക്തിപരമായിട്ട് ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടു. അവരെന്നെ കോണ്ടാക്ട് ചെയ്തതിനു ശേഷം ഞാൻ വരുന്നതിന് മുന്നേ പക്ഷെ ഞാനൊരു പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത് കാരണം ഞാൻ ഉറപ്പായിട്ടും രാജീവ് സാറിനെയും ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുരേഷ് സാറിനെ ഇൻഫോം ചെയ്തിട്ടാണ് വന്നത്. ഞാൻ ഇങ്ങനെ ഒരു കാര്യം പോകുന്നുണ്ടോ, കാരണം എന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അത് പറയാനുള്ളത്. പക്ഷെ തിരിച്ചും ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ വന്നത്. എന്റേതായിട്ടുള്ള രീതിയിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനായിട്ടാണ് ഞാൻ വന്ന് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. ഡൽഹി നടന്ന പ്രൊട്ടസ്റ്റിന് ശേഷം ഇപ്പം മന്ത്രി രാജിവെച്ചു, പ്രൊട്ടസ്റ്റ് വിജയിച്ചിരിക്കുകയാണ്. അതിനെപ്പറ്റി ഒരു വ്യൂ ഒന്ന് പറയാമോ? ഇത് എൻ്റെ ഡിഫറെന്റ് ഒരു ടോപ്പിക്കാണ്. കാരണം നീറ്റ് എന്ന് പറഞ്ഞൊരു എക്സാം അവിടെ നടന്നു. നടന്ന എക്സാമിൽ മാൽ പ്രാക്ടീസ് നടന്നു. അത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കുട്ടികൾ ആത്മഹത്യ ചെയ്തു. സത്യം പറഞ്ഞാൽ അത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യമല്ല, വിഷമമുള്ള ഒരു കാര്യമാണ്. അതിന്റെ പിറകിൽ ആരൊക്കെയുണ്ടോ അവരെ കണ്ടുപിടിച്ച് പണിഷ് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അത് ഗവൺമെന്റ് ചെയ്തിട്ടുമുണ്ട്. കാരണം ഇതിന്റെ ഈ നീറ്റ് എൻട്രൻസ് കഴിഞ്ഞ് ഇതിന്റെ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്ത് 4ാമത്തെ ദിവസം ആയപ്പോഴേ ഇതിൽ മാൽ പ്രാക്ടീസ് നടന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിയപ്പം ഈ പറഞ്ഞ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നീറ്റ് എൻട്രൻസ് എക്സാം നടത്തുന്നത്. സോ അവരത് ഓൾറെഡി ഗവൺമെന്റിനെ ഇൻഫോം ചെയ്തു. ആ സമയം കൊണ്ട് ഗവൺമെന്റ് വന്ന് CBI ഇൻവെസ്റ്റിഗേഷൻ വിട്ടു. ഇതിന്റെ കൾപ്രിറ്റ്സ് ആരാണെന്ന് കണ്ടുപിടിച്ചു. 12ാമത്തെ ദിവസം തിരിച്ചിത് റീസ്കെഡ്യൂൾ ചെയ്ത് പോസ്റ്റ്പോൺ ചെയ്തു എക്സാം. ആ പോസ്റ്റ്പോൺ ചെയ്ത എക്സാം ആക്ച്വലി അവർ കണ്ടക്ട് ചെയ്ത് ഒരു രീതിയിലുള്ള മാൽ പ്രാക്ടീസും ഇല്ലാത്ത രീതിയിൽ അത് സക്സസ്ഫുൾ ആവുകയും ചെയ്തു. അതിന്റെ പ്രകാരം ഈ പറഞ്ഞ കണക്ക് ഓൾമോസ്റ്റ് 56% കുട്ടികൾ നീറ്റ് എൻട്രൻസ് എക്സാം പാസ്സാവുകയും ചെയ്തു. പക്ഷെ ആ കുട്ടികൾ മരണപ്പെട്ടതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ പേഴ്സണലി എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം അവര് കുടുംബങ്ങൾ ഒരുപാട് ഫാമിലീസിന്റെ അടുത്ത ഒരു എന്താ പറയാ അവരാണ് ഫ്യൂച്ചർ, മനസ്സിലായില്ല. അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് പല പല പ്രശ്നങ്ങളുണ്ടാവും, ഭയങ്കര സ്ട്രഗിൾ ഉണ്ടാവും. ജീവിതം എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച ഒരു എൻട്രൻസ് ആണ്, അതിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചു. പക്ഷെ നിങ്ങൾ ഒരു സെക്കൻഡ് നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുന്നേ നിങ്ങളെ പറ്റി, നിങ്ങളുടെ പാരന്റ്സിനെ പറ്റി നിങ്ങൾ ഒരു പ്രാവശ്യം ചിന്തിക്കണം. കാരണം നിങ്ങൾ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആവേണ്ട ആൾക്കാരാണ്. ഇപ്പൊ ഫ്യൂച്ചർ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഒരു എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്ത് അത് എനിക്ക് മനസ്സിലാക്കുന്നേ ഉള്ളൂ. നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പം ചിലപ്പം മനക്കരുത്ത് ഉണ്ടാവത്തില്ല. പക്ഷേ നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരു ഡോക്ടർ ആകുമ്പോൾ ഒരുപാട് ഇതേപോലത്തെ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ട ആൾക്കാരാണ്. അപ്പൊ നിങ്ങളത് എന്ത് ജീവിതത്തിൽ ഇനി ഇത് എക്സാം അറ്റൻഡ് ചെയ്യുന്നതാണെങ്കിലും എന്ത് രീതിയിൽ ഉള്ള ആൾക്കാർ, ഇത് കാണുന്ന ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണ്, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അത് ഫേസ് ചെയ്യാനുള്ളൊരു മനക്കരുത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം നമുക്ക് ഒറ്റ ലൈഫേ ഉള്ളൂ. ലൈഫിൽ എന്തൊക്കെ ചലഞ്ചസ് വന്നാലും അത് നേരിട്ട് അതിനെ ഫേസ് ചെയ്യാനുള്ള എല്ലാ കോൺഫിഡൻസും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒരിക്കലും ലൈഫ് നമ്മളെ തിരിച്ച് വീണ്ടും അടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ എന്നിരുന്നാലും തിരിച്ച് നമ്മൾ ലൈഫിന് ആ രീതിയിൽ നമ്മൾ എന്താ പറയാ സ്ട്രഗിൾ ചെയ്ത് അതിനെ ലൈഫിനൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിന് പോരാടണം. അതിന്റെ ഒരു ബിഗ് എക്സാമ്പിൾ ആണിത്. കാരണം ഇത്രയും ആൾക്കാർ ഇവിടെ വന്ന് ഗ്യാദർ ചെയ്ത് അവരുടെ സമയം, നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സമയമാണ്. അത്രയും സമയം അവർ സ്പെൻഡ് ചെയ്ത് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ ഒരു ജെന്യൂൻ റീസൺ ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പം ജെന്യൂൻ റീസൺ ആയതുകൊണ്ട് തന്നെയാണ് ഞാനും ഇവിടെ വന്ന് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.